ദേ നോക്കിയേ, നമുക്കിന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ. വൻപയർ ഉണക്ക ചെമ്മീൻ ഉലർത്താണേ. അപ്പം വൻപയർ നമ്മൾ പല രീതിയിൽ വെച്ചിട്ടുണ്ടല്ലേ, എല്ലാവർക്കും മത്തനിട്ട് വെക്കുന്നതും എല്ലാം അറിയാലോ. അപ്പം ഉണക്ക ചെമ്മീനിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? വെച്ച് നോക്കട്ടാ, നല്ല ടേസ്റ്റാ. അപ്പം ദേ ഞാൻ വൻപയർ കുറച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീനൊന്ന് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. കാര്യം അതിനെ നമുക്ക് കൈ വെച്ച് പൊടിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് നമുക്ക് അതിൻ്റെ തലയൊക്കെ അങ്ങോട്ട് മാറ്റി, തല വേണമെന്നുള്ളവർ അവരവരുടെ ഇഷ്ടമാണേ. ഞാൻ ചിലപ്പോഴൊക്കെ തല കളയാറുള്ളൂ. അങ്ങോട്ട് തലയെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഈ മറ്റേ ഇടികലില്ലേ, ആ ഇടികലിലിട്ട് നന്നായിട്ട്, അധികം പൊടിയരുത്, ചെറിയ പീസസ് ആക്കിയിട്ട് പൊടിച്ചെടുക്കണം. അതേ ഞാൻ ചെമ്മീൻ തട്ടിയപ്പോൾ ചൂട് പോകുന്നുണ്ടോ, ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യണതേ. അതാണ് ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുന്നത്. അപ്പം ഞാൻ കൈവച്ച് ഇതെല്ലാം ഒന്ന് തലയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കൈവച്ചാണ് അതിനെ ഉടച്ച് എന്നുവെച്ചാൽ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കണ്ട, ചെറിയ രീതിയിലൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടോ? അപ്പം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണാറുണ്ടോ? കാണണം കേട്ടോ, ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ വീഡിയോസും കൂടി ഒന്ന് കാണേ. അതേ നമുക്ക് ഇതാണ് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്, ഇതുവരെ കിട്ടിയാൽ മതി. ഇനി ഇതിന് വേണ്ട ഇതെന്ന് പറഞ്ഞാൽ നിറയെ ചെറിയ ഉള്ളി കുറച്ച് വേണമേ. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളക്, നമുക്ക് ചുമന്ന മുളകും വേണം. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ചുമന്ന മുളകും ചെറിയ ഉള്ളിയുമാണേ. പിന്നെ ഞാനിത് പായസം, ഇന്ന് മോളുടെ പിറന്നാളായിരുന്നു. അപ്പം അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം കഴിപ്പിച്ചു, കണ്ണനൊരു പാൽപ്പായസമൊക്കെ കഴിപ്പിച്ചു. ഞാൻ എന്നിട്ട് അത് പാൽപ്പായസമൊക്കെ പൊടിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്, അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ എൻ്റെ മൂത്ത മോളുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ അവളിവിടെ ഇല്ല, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടൊരു പാൽപ്പായസമൊക്കെ കഴിപ്പിച്ചു. ഇനി ദേ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇന്ന് ആക്ഷൻ, ഡയറക്ഷൻ, ക്യാമറ ഇതെല്ലാം ഞാനാണേ. അപ്പം എല്ലാം ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് എടുക്കണം കേട്ടോ. ഇതാ പച്ചമുളക് ചതച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മറ്റേ ചുമന്ന മുളക്, ഇനിയുണ്ട് മല്ലിയില, ഞാൻ കാണിച്ചില്ല, മല്ലിയില, നമ്മളുടെ കറിവേപ്പില, ഇതെല്ലാം കൂടെയൊക്കെ ചതച്ചിടണം. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. ഇഷ്ടമാവാറുണ്ടോ എല്ലാവർക്കും? അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ആൾക്കാർ കുറവാ കാണാനായിട്ട്, എന്താണെന്നറിയില്ല. എല്ലാവരും ഒക്കെ ഒന്ന് കാണണേ. പക്ഷെ എനിക്ക് നാടൻ വിഭവങ്ങളോട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ വെച്ച് നന്നായിട്ടൊന്ന് എണ്ണ തിളച്ച് വരുമ്പോഴും നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തിരിക്കണം കേട്ടോ. ആക്ച്വലി ഞാൻ ഈ വീഡിയോ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി നാളായി. പക്ഷെ എനിക്കതെങ്ങനെ വകുപ്പെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നു. ഈ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഇടാം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഒറ്റയ്ക്കെല്ലാം ചെയ്തു തുടങ്ങിയത്. ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, പണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. ഞാൻ പിന്നെ എല്ലാം തനിയെ പഠിച്ചു. ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, പിന്നെ എല്ലാം ചെയ്യണത് ഒറ്റയ്ക്കാണ് ചെയ്യണേ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിക്കും എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് വിചാരിച്ചതാണ്. അപ്പം നമ്മൾ വിചാരിച്ചാൽ എല്ലാം സാധിക്കും കേട്ടാ. അപ്പോൾ അതേ ഞാൻ ചെമ്മീനും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ പുഴുങ്ങി വെച്ച പയർ അത് 3/4 വേവ് മതി കേട്ടോ. കാര്യം ഇതിനകത്ത് മസാലയും ഈ ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിനകത്ത് പിടിക്കണമെങ്കിൽ നമ്മൾ 3/4 വേവൊന്ന് വേവിച്ചാൽ മതി. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ, എനിക്കത് അറിയില്ല, ഞാൻ പക്ഷേ ഇടുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിച്ചിരി തേങ്ങാപ്പാലും കൂടി, വെള്ളത്തിന് പകരം തേങ്ങാപ്പാൽ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെച്ച് നല്ല അടിപൊളിയായിട്ട് വേവിക്കാം. സത്യം പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ ഈ ഉണ്ടാക്കുന്ന വൻപയർ ഉലർത്തില്ലേ, അത് നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ലത് കഞ്ഞിക്കാണ്. കഞ്ഞി അങ്ങോട്ട് നല്ല ചൂട് തേങ്ങാപ്പാൽ കഞ്ഞിയും ഇതും കൂടി അങ്ങോട്ട് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അത് തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല നിറ കുത്തരിയുടെ കഞ്ഞിയും
ഈ ചെമ്മീൻ വൻപയർ ഉലർത്തും കൂടി കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ ദേ നമ്മളുടെ വിഭവം ഇങ്ങനെ ഈ രീതിയിലെത്തി. അടിപൊളിയാണ്. എല്ലാരും ഉണ്ടാക്കി നോക്കണം. അപ്പൊ അടുത്ത വീഡിയോ കാണാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.